യാത്രയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ബൈക്ക് കൊണ്ട് നമ്മൾ ഒരു യാത്ര ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഇന്ത്യക്കാരൻ നിലയിൽ ഇന്ത്യ മുഴുവൻ കാണുക എന്നുള്ളത് എല്ലാവരുടെ ഒരു സ്വപ്നമായിരിക്കും. യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ സ്വപ്നമായിരിക്കും. അപ്പം എനിക്കും തന്നെ സ്വപ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനും അവനെ ഇറങ്ങി തിരിച്ചത്. ഞാനും രാജാവും യാത്ര തുടങ്ങിയിട്ടുള്ളത് നമ്മളെ കൊച്ചിയിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെ കേരള, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പിന്നെ ഡൽഹി, അതേപോലെ ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, പിന്നെ ലഡാക്ക്, പിന്നെ വീണ്ടും ഹിമാചൽ പ്രദേശിലേക്ക് വന്ന് വീണ്ടും ഹരിയാനയിലേക്ക് വന്ന് ഉത്തരാഖണ്ഡ്, 13 സംസ്ഥാനങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കാണാനുള്ളതെല്ലാം അവിടെ എല്ലാം കണ്ടു എന്നല്ല, പക്ഷേ അത്യാവശ്യം സ്റ്റേ ചെയ്ത് പതുക്കെ വളരെ സമയമെടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇതിന് വേണ്ട എക്സ്പെൻസ്, എന്തൊക്കെ ചിലവുകളാണ് നമുക്ക് ഓരോ ദിവസം വരുന്നത്? അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ശരിക്കും എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പം എന്നെ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഭക്ഷണ കാര്യത്തിലും റൂമിൻ്റെ കാര്യത്തിലും ഞങ്ങൾ ഒരു കുറവും കാണിച്ചിട്ടില്ല. റൂം വളരെ ലക്ഷറിയസ് റൂം എന്നല്ല പറയുന്നത്, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് ഞങ്ങൾ എന്നും എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ നല്ല തട്ടായിരുന്നു, 3 നേരം സുഭിക്ഷമായ ഭക്ഷണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ റൂമിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് കൂടുതൽ പൈസ ചിലവായിട്ടുണ്ട് ഈ യാത്രയിൽ. 15 ദിവസം ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, കാരണം ഞങ്ങൾ വീണ്ടും ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ഒരു കല്യാണമൊക്കെ കൂടിയാണ് തിരിച്ചു പോയത്. അപ്പോൾ ഒരു 3 മാസത്തിൽ ഒരു 15 or 10 ദിവസം കുറച്ചാൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഓരോ ദിവസവും ഞങ്ങൾക്ക് റൂമിൻ്റെ ചിലവ് മാത്രം വന്നിട്ടുള്ളത് 1000 മുതൽ 1300 രൂപയാണ്. പിന്നെ എന്താ പറയുക, അല്ലെങ്കിൽ ഒരു 800 രൂപൻ്റെ റൂമൊക്കെ ചില സമയത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ആവറേജ് ഒരു 1000 രൂപയാണ് റൂമിന് ഡെയിലി വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ ഫുഡിന് വന്നിട്ടുള്ളത് 3 നേരം 2 പേർക്കുള്ള ഭക്ഷണത്തിന് വന്നിട്ടുള്ളത്, 2 പേർക്കുള്ള കണക്കാണ്, 600 മുതൽ 800 രൂപ വരെയാണ് ഭക്ഷണത്തിന് ദിവസവും വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ പെട്രോൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ വണ്ടി എന്ന് പറഞ്ഞത് റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോർ 350 എന്ന് പറയുന്ന വണ്ടിയാണ്. അതിന് പെട്രോളിന് നമുക്ക് വന്നിട്ടുള്ളത് ഓരോ ദിവസവും നല്ല മഴ പെയ്യുന്നുണ്ട്, ഓരോ ദിവസവും 1000 മുതൽ 1300 രൂപ വരെ പെട്രോളിന് ചാർജ് വന്നിട്ടുണ്ട്. അതിൻ്റെ 30-35 ലെവലിലാണ് നമ്മൾ അതിൻ്റെ മൈലേജ് നോക്കിയിട്ടുള്ളത്, കാരണം പുതിയ വണ്ടിയായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം കൂടിയായിട്ട് ഏകദേശം ഒരു 3000-3400 ഇടയിലാണ് നമുക്ക് 2 പേർക്ക് ഒരു ദിവസത്തെ ചിലവ് വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഏകദേശം 3 മാസത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പിൽ 13 സ്റ്റേറ്റുകൾ ഞങ്ങൾ കവർ ചെയ്ത് കേരളത്തിൽ നിന്ന് ഡെറാഡൂൺ വരെ ഞങ്ങൾ എത്തിയതിൻ്റെ ചിലവ് എന്ന് പറയുന്നത് ഒരാൾക്ക് 1,27,000 രൂപയാണ് ഒരാൾക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഡെറാഡൂണിൽ നിന്ന് രാജാവ് നേരെ നേപ്പാളിലേക്ക് യാത്രയായി. ബദ്രീനാഥ്, കേദാർനാഥ് ആ വഴി നേരെ നേപ്പാളിലേക്ക് പോയി. ഇനി പോകാനുള്ളത് നോർത്ത് ഈസ്റ്റാണ് പോകാനുള്ളത്. നോർത്ത് ഈസ്റ്റ് പോയി പിന്നെ നമ്മൾ കൊൽക്കത്ത, പിന്നെ അതേപോലെ ഒറീസ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എല്ലാം അതുവഴി ഇങ്ങനെ ഇറങ്ങാം. അപ്പോൾ അതിനു വേണ്ടി ഉള്ളൊരു പ്ലാനിലാണ്. അതിൻ്റെ മാപ്പ്, റൂട്ട് മാപ്പ് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാനുള്ളത് മാൽദീവ്സിലാണ്. മാൽദീവ്സിലെ സെൻട്രൽ പാർക്കിൽ ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മെറ്റിയോർ 350നെ പറ്റിയുള്ളൊരു പിന്നെ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി വണ്ടിയാണ്, യാതൊരു ക്ഷീണം ഒന്നും തോന്നില്ല. ഞങ്ങൾ ദിവസം ഏകദേശം ഒരു 380 കിലോമീറ്ററാണ് ആവറേജ് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ ദിവസവും ഞങ്ങൾ മോർണിംഗിൽ, അതായത് ഡേ ടൈം മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ, രാത്രി ഞങ്ങൾ ട്രാവൽ ചെയ്യാറില്ല. ഏകദേശം ഒരു 8 മണിക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ചൊരു സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ റൂം എടുക്കാറുണ്ട്. അത് എല്ലാം കൊണ്ടും നല്ലതാണ്. രാത്രി യാത്ര നമ്മൾ സോളോ ട്രിപ്പ് അടിക്കുകയാണെങ്കിലും നമ്മൾ 2 പേര് ബൈക്കിൽ പോവുകയാണെങ്കിലും മാക്സിമം ഒഴിവാക്കണം. കാരണം നമ്മൾ അറിയാത്ത സ്ഥലങ്ങളും അറിയാത്ത ആളുകളാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഈ യാത്രയിൽ ഒരു സ്ഥലത്തും ഒരു മോശം അനുഭവമോ മറ്റുള്ള ജനങ്ങളിൽ നിന്നോ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ ആളുകളിൽ നിന്നോ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ അനുഭവിച്ചിട്ടില്ല. ഓക്കെ, എല്ലാവരും വളരെ സ്നേഹത്തോടായിരുന്നു. ട്രാവലേഴ്സ് എന്നുള്ള നിലയിൽ തന്നെ നമ്മളെ എല്ലാവരും വളരെ സ്നേഹത്തോടായിരുന്നു നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെറ്റിയോർ 350യുടെ ഫ്രണ്ടിൽ ഇരുന്ന് നമ്മൾ സോളോ ആയിട്ട് റൈഡ് ചെയ്യുകയാണെങ്കിൽ 101% ഒരു ക്ഷീണമോ ഒന്നും ഇത്രയും കിലോമീറ്റർ കവർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവില്ല. അത്രയും സൂപ്പറാണ്. പിന്നെ ബാക്കിലിരിക്കുമ്പോൾ ഒരു ഏകദേശം 120-130 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പ്രശ്നം വരും. അപ്പോൾ നമ്മൾ മുന്നിലിരുന്ന് നമ്മൾ റൈഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മളത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാൽദീവ്സിലെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങൾ, കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇടും. ലോങ് വീഡിയോ ഇനി
ഞാനിടുന്നത് ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് ഡെറാഡൂണിന് ഇനി പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. ബാക്കിയുള്ളത് എല്ലാ മാൽദീവ്സിലെ കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ.